എലത്തൂരിലെ ഡീസൽ ചോർച്ച് നടന്ന സ്ഥലത്ത് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതകുമാരിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരിസരത്തെ വീട്ടുകാരിൽ നിന്നും ആരോഗ്യ വിഭാഗം അധികൃതർ വിശദാംശങ്ങൾ ശേഖരിച്ചു. ചോർന്നുകൊണ്ടിരിക്കുന്ന ഡീസൽ മോട്ടോർ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന നടപടികളും തുടങ്ങിയ വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, പരിശോധന പൂർത്തിയായോ? അധികൃതർ എന്താണ് പറയുന്നത്? ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന ഈ HP-യുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡിൻ്റെ പ്ലാന്റിനകത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ വിവിധ ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഡെപ്യൂട്ടി കളക്ടർ ഇ അനിതാകുമാരിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. ആരോഗ്യ വിഭാഗം അധികൃതർ നേരത്തെ തന്നെ സമീപത്തെ വീടുകളിലെത്തി അവരുടെ ആരോഗ്യപരമായ വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ചിരുന്നു. ആ വീട്ടുകാർ അപ്പോൾ പറഞ്ഞത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരെ സംബന്ധിച്ച് തലവേദന, ഒപ്പം തന്നെ ഈ ദേഹാസ്വാസ്ഥ്യം പോലുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഒരു പുകച്ചിലൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ തന്നെ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പോലും കണ്ണെരിയുന്ന അല്ലെങ്കിൽ തലവേദനിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇന്നും ചോർച്ച തുടർന്നിരുന്നു. രാവിലെ ശക്തമായൊരു ചോർച്ച ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. അത് തുടക്കത്തിൽ നാട്ടുകാർ ക്യാനുകളിലും ഒപ്പം തന്നെ ബോട്ടിലുകളിലുമൊക്കെയായിട്ട് അത് എടുത്തു മാറ്റിയിരുന്നു. അതിനുശേഷമാണ് ഈ ഡീസൽ പ്ലാന്റ് ജീവനക്കാരെത്തിയതോടുകൂടി മോട്ടോർ ഉപയോഗിച്ച് ഈ പുറത്തേക്കൊഴുകുന്ന ഡീസലെല്ലാം തന്നെ വലിച്ചെടുക്കുന്ന പ്രക്രിയ തുടങ്ങിയത്. അത് ഇപ്പോൾ പൂർണ്ണമായും അത് ചോർച്ച തടയാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഈ ജീവനക്കാരുമുള്ളത്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഈ ഒരു ചോർച്ച ഇതുപോലെ തുടരുകയാണെങ്കിൽ എങ്ങനെ തൊട്ടടുത്ത് താമസിക്കുമെന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്കുൾപ്പെടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ ഭാഗത്ത് നിന്ന് ഈ ഡീസൽ ചോർച്ച ഉണ്ടാകുന്ന ഭാഗത്ത് നിന്ന് കൂടുതൽ നേരം അവിടെ തങ്ങി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ നമുക്ക് പോലും അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ എന്ന് പറയുന്നത് അതിൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വയോജനങ്ങളടക്കം ആ വീടുകളിലുണ്ട്. അവരെ സംബന്ധിച്ച് അവിടെ ഈ ഡീസലിൻ്റെ ഗന്ധം, രൂക്ഷമായ ഗന്ധം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായൊരു പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് അധികൃതരോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ ഡീസൽ പ്ലാന്റ് പൂർണ്ണമായും ഈ സ്ഥലത്ത് നിന്ന് തന്നെ മാറ്റണമെന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ തൊട്ടടുത്തുള്ള വീട്ടുകാരെ, 5ഓളം വീട്ടുകാരാണുള്ളത്, അവരെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കുക, നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് എലത്തൂർ MLA കൂടിയായ മന്ത്രി AK ശശീന്ദ്രൻ ഈ പ്ലാന്റ് സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തും. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് മന്ത്രി ഈ സ്ഥലം സന്ദർശിക്കുക. ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാൻ ആവശ്യമായ എല്ലാ ഇടപെടലുകളും ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ അല്പസമയത്തിനകം പുറത്തിറങ്ങാനുള്ള സാധ്യതകളുമുണ്ട്. അതിനുശേഷമായിരിക്കും അവരുടെ വിശദമായ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. ആതിര, റിയാസ്, ഈ ഇന്ധനച്ചോർച്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ ചോർന്നുകൊണ്ടിരിക്കുന്ന ഡീസൽ മോട്ടോർ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന നടപടികൾ ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഡീസൽ മോട്ടോർ ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന നടപടി അന്തിമഘട്ടത്തിലാണ്. നേരത്തെ ഡീസൽ ചോർച്ച ഉണ്ടായിരുന്ന ആ ഒരു ശക്തമായൊരു ഫ്ലോ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ആ ശക്തമായ ഒഴുക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പുറത്തേക്ക് ഒഴുകിയെന്ന ഡീസലെല്ലാം തന്നെ വലിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആശങ്ക പതുക്കെ അകലുകയാണ്. ഇന്നലെ ഉണ്ടായ പോലുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. പക്ഷേ എങ്കിൽ കൂടിയും ജനങ്ങളെ സംബന്ധിച്ച് ഇതിനി തുടരുമോ എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. അവർ പറയുന്നത് ശാശ്വതമായൊരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് അടക്കമുള്ള കോൺക്രീറ്റുകൾ ഇടയിലെ വിള്ളലുകളിലൂടെ വരുന്ന ചോർച്ച പോലും ഒഴിവാക്കാൻ ആവശ്യമായ ഇടപെടൽ വേണം എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 3 ദിവസമായി ഇൻസ്പെക്ഷൻ നടക്കുകയായിരുന്നു. അതിൽ ഈ UG ടാങ്കിൽ നിന്നുള്ള ഡീസൽ വിതരണ ശൃംഖലയിലെ ടാങ്കിലേക്ക് നൽകുന്നതിനാവശ്യമായിട്ടാണ് ഇത് തുറന്നിരുന്നത്. ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അലാറം ഓഫാക്കിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ടാങ്ക് നിറഞ്ഞതറിയാതെ ഓവർഫ്ലോ ആയതാണ് എന്നുള്ളതാണ് അധികൃതർ ഇന്നലെ തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം. എങ്കിൽ കൂടിയും ഈ ഒരു ഓവർഫ്ലോ ആയ ഒരു സാഹചര്യത്തിൽ പോലും എങ്ങനെ ഈ ചോർച്ച തുടരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. പ്രദേശത്ത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? ആളുകൾ ഇപ്പോഴും ആശങ്കയിലാണ് ഉള്ളത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്, റിയാസ്? നേരത്തെ ശക്തമായൊരു പ്രതിഷേധമായിരുന്നു ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആളുകളെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥർ വന്നതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചൊരു പ്രത്യാശ കൈവന്നിട്ടുണ്ട്. ആശങ്ക ദൂരീകരിക്കാനുള്ള ഇടപെടൽ ഉണ്ടായേക്കുമെന്നൊരു സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിഷേധമില്ല, എങ്കിൽ കൂടി ജനങ്ങൾ, ഈ പരിസരവാസികളെല്ലാം തന്നെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിന് ഈ പ്രശ്ന പരിഹാരമായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഈ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും തീരുമാനം?
തീർച്ചയായും, അതായത് ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായില്ല. വീണ്ടും ഇനി അടുത്ത ദിവസങ്ങളിലും ഇങ്ങനെ ചോർച്ച തുടരുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടതിനേക്കാൾ കടുത്ത പ്രതിഷേധമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. അതൊരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ ലേബലിൽ തന്നെ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. അത്തരം കാര്യങ്ങളിലേക്ക് പ്രതിഷേധം നീങ്ങുമെന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. ഇന്ന് രാവിലെ ആളുകൾ എന്തായാലും ഇന്നലത്തേതിൻ്റെ തുടർച്ചയാണ് എന്ന് മാത്രമാണ് ഇന്ന് രാവിലത്തെ ആ ഒരു ചോർച്ചയെ കാണുന്നത്. ഈ ആശങ്ക പൂർണ്ണമായും ദൂരീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആശങ്ക പരിഹരിക്കാനുള്ള ഇടപെടലുണ്ടായില്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ എലത്തൂരിൽ മറ്റൊരു സമരവേദി ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഈ ഒരു ചോർച്ച അടക്കാനുള്ളൊരു സംവിധാനത്തിലേക്കാണ് അധികൃതർ നീങ്ങുന്നത്. നിലവിലെ പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് അവിടെ നിലനിൽക്കുന്നത്? ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡീസൽ രാവിലെ ചോർന്നതിന് സമാനമായ ഒരു ചോർച്ച ഇപ്പോഴില്ല. നേരത്തെ ചോർന്നിരുന്ന ഡീസലെല്ലാം തന്നെ മോട്ടോർ ഉപയോഗിച്ച് അത് വലിച്ചെടുത്ത് ഈ പ്ലാന്റിനകത്തേക്ക് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പരിശോധന പ്ലാന്റിനകത്ത് നടക്കുന്നു. എവിടെ നിന്നാണ് ഈ വീഴ്ചയുണ്ടായത്, ചോർച്ചയുണ്ടായത്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായൊരു പരിശോധന തന്നെ നടക്കുമെന്നുള്ളതാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് പോകുന്ന സമയത്ത് ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി പറഞ്ഞത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോഴില്ല. കൃത്യമായൊരു റിപ്പോർട്ട് തയ്യാറാക്കി അവർ ജില്ലാ കളക്ടർക്കും തുടർന്ന് കളക്ടർ മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മേധാവികൾക്കുമെല്ലാം നൽകും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിനുശേഷമായിരിക്കും നടപടി സംബന്ധിച്ച ഒരു തീരുമാനം സർക്കാർ തലത്തിൽ തന്നെ കൈക്കൊള്ളുക എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ആതിര. ശരി, റിയാസ് കെ മാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കാസർകോട് പൂച്ചക്കാട്ടെ പ്രവാസി അബ്ദുൽ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരണം. സംഭവത്തിൽ 4